അതിരടി. എന്റെ ഈ ഫേസിലുണ്ട് സിനിമയുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് അല്ലെ. അതേപോലത്തെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സിനിമ. ഇറ്റ് ഈസ് റിയലി ഫൺ. നോർമൽ ലൈക് കുറച്ച് നാളായിട്ട് നമ്മൾ മിസ് ചെയ്യുന്ന ഒരു ക്യാമ്പസ് ടൈപ്പ് ഓഫ് ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് ടൈപ്പ് ഓഫ് മൂവി. പടം ഇടയ്ക്കിടെ കുറച്ച് ആദ്യം സ്റ്റാർട്ടിങ് തന്നെ അതിൽ ഒരു മൂഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സ്റ്റാർട്ടിങ് തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻ ചെയ്യും. പിന്നെ കുറച്ചൊന്ന് മൂവി ഒന്ന് ചെറിയ ഇടയ്ക്കിടയ്ക്ക് അവിടെ ലോ ആവും. പിന്നെ ബേസിലിന്റെ ക്യാരക്ടർ കുറച്ച് ഓവർ ദ ടോപ്പ് ക്യാരക്ടറാണ്. അത് ചില സമയത്തിൽ ചിലപ്പോൾ നമുക്ക് ശങ്ക അടിച്ചു വരാം. ബട്ട് നെവർ മൈൻഡ്. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് ഈ ലോ ആവുന്ന സിനാരിയോ വരുമ്പോഴും ഡോണ്ട് ലൂസ് ഹോപ്പ് ബിക്കോസ് there is something big is coming. I thoroughly enjoyed it. It was very entertaining for me. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. വൺ സർപ്രൈസ് ഉണ്ട്. ബിഗ് സർപ്രൈസ് ഉണ്ട്. നിങ്ങൾ യു കനോട്ട് ഗെസ് ഇറ്റ്. പെട്ടെന്ന് പോയി കണ്ടാല് നിങ്ങൾക്ക് ആ ഒരു സ്പോയിലർ ഫ്രീ ആയിട്ട് കാണാം. എന്തായാലും വിത്തിൻ 1 day, നാളെ ഒരു ഈവനിങ് ആയത്തായിട്ട് ആ സർപ്രൈസ് എന്തായാലും പുറത്തു വിടും. സോഷ്യൽ മീഡിയയിൽ കുറെ മരവാണങ്ങളുണ്ട് അത് അടിച്ച് ഇറക്കാനായിട്ട്. സോ അതെന്തായാലും അവർ സ്പോയിൽ ചെയ്യും. അതിന് മുന്നേ പെട്ടെന്ന് കാണാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടും. ഞാൻ പ്രീമിയർ ഷോ ആണ് കണ്ടത് ഇന്ന്. ഫുള്ളി പാക്ഡ് തിയേറ്റർ ആയിരുന്നു. ഇന്ന് RCBയുടെ മാച്ച് ഉള്ളതാണ്. ബാക്ക് ടു ബാക്ക് 2 ഡക്ക് അടിച്ചിട്ട് ഇന്ന് കിങ് സെഞ്ചുറി അടിച്ച ഡേ ആണ്. ആ മാച്ച് പോലും ഞാൻ മിസ് ചെയ്ത്. ബട്ട് ഐ ഡോണ്ട് റിഗ്രറ്റ് ഇറ്റ് ബിക്കോസ് ദ മൂവി വാസ് അമേസിംഗ്. It is not flawless. There is some, the flaws are there, but it doesn't matter. It is a good entertainer. പിന്നെ ടോവിനോസ് പെർഫോമൻസ് in this movie, ട്രിവാൻഡ്രം സ്ലാങ്, he tried it. Okay, ക്രൂശിക്കാൻ മാത്രമൊന്നുമില്ല. He tried his best. He's from Thrissur. Come on guys. അപ്പോൾ ഒരു തൃശ്ശൂർ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്. രണ്ടും രണ്ട് അറ്റത്തുള്ള സംഭവങ്ങളാണ്, സ്ലാങ്ങും ആക്സെന്റും ഒക്കെ. But he tried his best. I liked it. His performance all over, it was top notch. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇപ്പൊ വിനീത് ശ്രീനിവാസൻ, ടോവിനോ, ബേസിലൊക്കെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. It's all there. It's much funnier than their interviews. See, first off, it is building the movie and taking it to a place. ഇതിലോട്ട് നമ്മൾ എത്തിച്ചതിന് ശേഷം ഇന്റർവെൽ ബ്രേക്ക് ആവുന്നു. അപ്പം വി ആർ ഓൾ സെറ്റ്. ലൈക്ക് ആ മൂവി തന്നെ പറയുന്നുണ്ട് ദ സ്റ്റേജ് ഇസ് സെറ്റ് ഫോർ ദ റൈഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫിൽ അത് സ്റ്റാർട്ട് ആവാൻ പോകുന്നുണ്ടെന്നുള്ള ഹിന്റ് തരുന്നുണ്ട്. ആൻഡ് ദേ ഡിഡ് നോട്ട് ഡിസപ്പോയിന്റ് us. നോർമലി ഈ മൂവി ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഒരു എൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഹാഫിൽ പൊങ്ങോ ഇല്ലേ എന്നൊരു സിനാരിയോ ഉണ്ടാവുമല്ലോ. ഇപ്പം റീസെന്റ് അതാണ് സംഭവിക്കുന്നത്. ബട്ട് അത് ആ ഒരു പ്രോബ്ലം ഇതിനകത്തില്ല. സെക്കൻഡ് ഹാഫ് was really good. Towards the climax and all, I enjoyed a lot. The whole theater was vibing. It is really good. നല്ലൊരു ഒരു ഫൺ ആണ്. ഭയങ്കര ഇവന്റ്ഫുൾ ആണ്. ലാസ്റ്റിംഗ് ഇങ്ങനെ ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. We missed watching such kind of Malayalam movies in the theater, and this is the one. This should be a pick.